മാന്യ സുഹൃത്തുക്കളെ, ഹസാൻ വാനിയുടെ പുതിയൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിതാ ഓപ്പൺ ആയിട്ട് ചെയ്ത വെള്ളരി കൃഷി കണ്ട, വെള്ളരി എല്ലാം നല്ല ഇതായിട്ട് വിളഞ്ഞു വന്നിട്ടുണ്ട്. എന്താ, വെള്ളരി എല്ലാം നന്നായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ളരി നല്ല നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഒരാഴ്ച കൂടി കഴിയുമ്പോഴത്തേന് ഇത് നന്നായിട്ട് എല്ലാം ശരിക്ക് കായ്ച്ചു വരും. എല്ലാം തന്നെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പുല്ല് കാര്യമായിട്ട് പിടിച്ചിട്ടില്ല. എല്ലാം പയറും അതിനിടക്ക് നട്ടിട്ടുള്ള പയറും ഇതാ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പയറൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, കറിവെള്ളരി നല്ല സൂപ്പറായി വരുന്നുണ്ട്. എല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓപ്പണായിട്ട് ചെയ്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇത്രയും മറ്റു പ്രിസിഷൻ ഫാമിങ്ങിൽ ചെയ്യുന്ന മാതിരി വിജയിക്കില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ കുഴപ്പമില്ല, എല്ലായിടവും നന്നായിട്ട് ശരിക്കും അങ്ങ് വരുന്നുണ്ട്. ഉണ്ടാ, കുഴപ്പമില്ല. കാര്യമായിട്ടുള്ള വളമൊന്നും ചെയ്തിട്ടില്ല, എന്നാലും കായ് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇടക്ക് കുറച്ച് മഴയൊക്കെ കിട്ടിയത് കൊണ്ടേ, മഴ വന്നത് കൊണ്ടാണ് ഇടയ്ക്ക് പുല്ല് പെട്ടെന്ന് കയറി പിടിക്കാൻ കാര്യം. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് പിടിക്കത്തില്ല. എന്തായാലും കുഴപ്പമില്ല, കായ പിടിക്കുന്നതിനൊന്നും കുഴപ്പം വന്നിട്ടില്ല. ഏതായാലും നമുക്ക് വിഷുവിന് ഇത് എടുക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. വിഷുവിന് നമ്മൾ കുറച്ച് കണിവെള്ളരി ഉണ്ടായിരുന്നു, കുറച്ചേ കിട്ടിയുള്ളൂ. അത് കാരണം ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. എന്നാലും ഒരു 60 കിലോ കിട്ടി. കുഴപ്പമില്ലല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ വെള്ളരി കൃഷി. എന്നാലും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നല്ല ഫുൾ സ്വിങ്ങിൽ വരും. ഇപ്പൊ മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വെള്ളരി എവിടെയെങ്കിലും ഒക്കെ കൊണ്ടാ ഒരേ വിത്ത്, ഒരു 10 വിത്താണെങ്കിലും കുത്തിയാൽ, കാര്യമായിട്ടുള്ള വളമൊന്നും ചെയ്തില്ലേലും വെള്ളരി കായ്ച്ചു വരും. അതുപോലെ ഒരു 10 ചൂട് പാവലോ 10 പടവളം 10 വെണ്ടയൊക്കെ കൂടി നടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്ഥലം ടെറസിലാണെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. കൂടുതൽ സ്ഥലമില്ലാത്തവരാണെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക്
നല്ല കുറച്ച് അവിയലും സാമ്പാറും വിഷരഹിതമായ ഭക്ഷണം കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇല്ലാത്തവര് വീട്ടുവളപ്പിലെ ടെറസിൽ എവിടെയാണെങ്കിലും ഒരു അഞ്ച് പടവളം, 5 വെള്ളരി, ഒരു 5 പാവല്, കുറച്ച് വഴുതനയൊക്കെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ ചിലവില്ലാതെ വീട്ടിലെ കറികൾ നടക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ? ശരി, ഒന്ന് നോക്കണേ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ബൈ. താങ്ക് യു.